ശോഭന. അന്നും ഇന്നും ഈ പേരിനും അഭിനയത്തിനും പകരം വെക്കാൻ മറ്റൊന്നില്ല. ശോഭനയ്ക്ക് പകരം ശോഭന മാത്രം. ഇപ്പോൾ അഭിനയിക്കുന്നത് വളരെ അപൂർവമായിട്ടാണെങ്കിലും നൃത്തവുമായി സ്റ്റേജുകളിൽ തിരക്കിലാണ് ശോഭന. 15-ാം വയസ്സിൽ അച്ഛൻ്റെ സഹോദരിമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയ ലോകത്തേക്ക് എത്തിയ ശോഭന തൻ്റെ ആദ്യ നാളുകളെക്കുറിച്ച് പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ട്രാവൻകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന ലളിത, റാണി, പത്മിനിമാരുടെ സഹോദരൻ്റെ പുത്രിയാണ് ശോഭന. അവരെ കണ്ടാണ് ശോഭന അഭിനയത്തിലേക്കും നൃത്തത്തിലേക്കും എല്ലാം എത്തിയത്. 15-ാം വയസ്സിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 എന്ന സിനിമയിലൂടെയാണ് ശോഭന സിനിമയിൽ അരങ്ങേറ്റം നടത്തുന്നത്. 1985-ൽ മലയാളത്തിൽ മാത്രം ശോഭന ചെയ്തത് 16 സിനിമകളാണ്. കന്നഡയിലും തെലുങ്കിലും തമിഴിലും അതേ വർഷം തന്നെ ഓരോ സിനിമകളും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു കാലം? ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന ചോദ്യത്തിന് ശോഭന നൽകിയ മറുപടി വ്യത്യസ്തമായിരുന്നു. 15ഓ 16ഓ വയസ്സ് എന്നതിലല്ല, തൻ്റെ പ്രായത്തെക്കുറിച്ച് ആർക്കും ചിന്തയുണ്ടായിരുന്നില്ല എന്നും കഥാപാത്രത്തിന് യോജിച്ച ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രമാണ് നമ്മളെ കാണുന്നത് എന്നുമാണ് ശോഭന പറയുന്നത്. ഇതൊരു ആർട്ടിസ്റ്റാണ്, അവരെ ബുക്ക് ചെയ്യുന്നു. ഇതൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആർട്ടിസ്റ്റാണ് എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനുശേഷം അയ്യോ പാവം, അവർക്ക് 15 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന മെൻറ്റാലിറ്റിയേ ഉണ്ടാകില്ല എന്ന് ശോഭന പറയുന്നു. ഭാഗ്യവശാൽ തനിക്ക് യാതൊരു തരം നഷ്ടബോധവും ഉണ്ടായിരുന്നില്ല എന്നും ശോഭന വ്യക്തമാക്കുന്നുണ്ട്. 15 വയസ്സേ ഉള്ളൂ, പഠിക്കാൻ പോയിട്ടില്ല, കോളേജിൽ പോകാൻ പറ്റിയില്ല, പാർട്ടിക്ക് പോകാൻ കഴിയുന്നില്ല എന്നൊന്നുമുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുണ്ടെന്നും തൻ്റെ മകൾ പോലും താൻ തനിച്ചാണ്, പുറത്തു പോകണം, അത് കാണണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയുമെന്നും ശോഭന വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ പ്രായത്തിൽ തനിക്ക് അതൊന്നും അറിയില്ലായിരുന്നുവെന്നും തന്നെ സംബന്ധിച്ച് പുറത്തേക്ക് പോകുന്നതെല്ലാം സിനിമയാണെന്നും തൻ്റെ പാർട്ടിയെല്ലാം സിനിമയിലെ സഹപ്രവർത്തകർക്കൊപ്പവും തൻ്റെ ഭക്ഷണം പ്രൊഡക്ഷൻ ഭക്ഷണവുമായിരുന്നെന്നും ഹോളിഡേ പോവുക എന്നാൽ ഷൂട്ടിംഗ് സെറ്റുകൾ മാറുന്നതായിരുന്നുവെന്നും ശോഭന ഓർത്തെടുക്കുന്നു. ഇതിനപ്പുറം ഒരു 15 വയസ്സുകാരിക്ക് എന്തു വേണമെന്നും അങ്ങനെ അക്കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ലെന്നും മലയാള സിനിമകൾ ചെയ്യുമ്പോഴുള്ള ഒരേ ഒരു പ്രശ്നം രാവിലെ 4 മണിക്ക് ചായയുമായി വന്ന് വിളിച്ചുണർത്തും എന്നതാണെന്നും ശോഭന കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്നൊന്നും ഷൂട്ടിംഗ് സെറ്റിലായിരിക്കില്ല, ഏതെങ്കിലും ഉൾഗ്രാമത്തിലായിരിക്കും. ടൗണിൽ ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോകുന്നതാണ്. രാവിലെ 5 മണിയാകുമ്പോഴേക്കും സെറ്റിലെത്തണം. ഷൂട്ട് കഴിഞ്ഞ് സെറ്റിൽ നിന്ന് ഹോട്ടലിലെത്താൻ 11 മണിയാകും. അതിനിടയിൽ ചെറിയൊരു സമയം മാത്രമേ നമുക്കായി കിട്ടൂ എന്നും പക്ഷേ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ, ഭരതൻ, ഭദ്രൻ, പ്രിയദർശൻ, ബാലു മഹേന്ദ്ര എന്നിങ്ങനെയുള്ള ഗ്രേറ്റ് എഴുത്തുകാരിൽ നിന്നും സംവിധായകരിൽ നിന്നും കിട്ടുന്ന അറിവ് ഒരുപാടാണെന്നും ശോഭന പറയുന്നു. നിലവിൽ മോഹൻലാലിനോടൊപ്പമുള്ള ചിത്രമാണ് ശോഭനയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. മലയാളത്തിന്റെ ഈ എവർഗ്രീൻ കോംബോ 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമായ തുടരും സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ്. ഇരുവരും അവസാനമായി ജോഡികളായി എത്തിയത് 2004-ൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലം എന്ന ചിത്രത്തിലാണ്. 2009-ൽ റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കിയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നുവെങ്കിലും ജോഡികളായിരുന്നില്ല.